നമസ്കാരം. പ്രധാന വാർത്തകൾ. പട്ടാമ്പിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുണ്ടായ ലാത്തി ചാർജ്. പോലീസിനെതിരെ UDFന്റെ പ്രതിഷേധം. പോലീസ് നടത്തിയത് നരനായാട്ടെന്ന് VK ശ്രീകണ്ഠൻ MP. ജനകീയ സമരത്തെ അടിച്ചമർത്താൻ നോക്കണ്ട. മാരക മയക്കുമരുന്നായ MDMAയുമായി സ്കൂൾ മാനേജറടക്കം 2 പേർ പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിൽ. തിരൂരങ്ങാടി സ്വദേശികളായ ദാവൂദ് ഷമീൽ, കൊടിയത്ത് ഷാനിദ് എന്നിവരാണ് അറസ്റ്റിലായത്. 104 ഗ്രാം MDMA ഇവരിൽ നിന്നും പിടികൂടി. ഒറ്റപ്പാലം അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ വികസന മുരടിപ്പ് ആരോപിച്ച് കോൺഗ്രസ് പ്രക്ഷോഭത്തിന്. ഗ്രാമസഭകൾ കൃത്യമായി നടത്തുന്നില്ലെന്നും തനത് ഫണ്ടുകൾ ശരിയായി വിനിയോഗിക്കുന്നില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ. SNDP യൂണിയന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഘോഷയാത്ര ഒഴിവാക്കി. മനുഷ്യത്വമെന്ന ആശയം ലോകത്തിന് നൽകിയ ആദ്യ മലയാളി ഗുരുദേവനെന്ന് VK ശ്രീകണ്ഠൻ MP. വയനാടിന് കൈത്താങ്ങാവാൻ മുന്നിട്ടിറങ്ങി ചിത്രകലാകാരന്മാർ. കേരള ചിത്രകലാ പരിഷത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലത്ത് തത്സമയ ചിത്രരചനയും വിൽപ്പനയും നടത്തി. ലഭിച്ച തുക ദുരിതബാധിതർക്ക് നൽകും. വിശദമായ വാർത്തകൾ നോക്കാം. പട്ടാമ്പിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കു നേരെയുണ്ടായ പോലീസ് ലാത്തിച്ചാർജിൽ UDFന്റെ പ്രതിഷേധം. UDF നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ വൻ പ്രതിഷേധ പ്രകടനം നടത്തി. പാലത്തിന്റെ തകർന്ന കൈവരികൾ സ്ഥാപിക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. റിയാസ് മുക്കോളി ഉൾപ്പെടെ 10ഓളം നേതാക്കൾക്കും പ്രവർത്തകർക്കും ലാത്തിച്ചാർജിൽ പരിക്കേറ്റിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു UDFന്റെ പ്രകടനം. പ്രവർത്തകരും നേതാക്കളും പാലത്തിലേക്ക് പോകാൻ ശ്രമിച്ചത് വീണ്ടും ഉന്തും തള്ളിലും ഇടയാക്കി. UDF നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ KP വാപ്പുട്ടി, മറ്റ് നേതാക്കളായ PK ഉണ്ണികൃഷ്ണൻ, KR നാരായണസ്വാമി, കമ്മുക്കുട്ടി എടത്തോൽ, അഡ്വക്കേറ്റ് രാമദാസ്, മണ്ഡലം പ്രസിഡന്റുമാർ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. പാലം മുങ്ങി 10 കൊല്ലമായി പാലത്തിന്റെ നടപടി MLA ഒരു നടപടി പോലും സ്വീകരിച്ചിട്ടില്ല. ഇനിയും ഇതുപോലെ തന്നെ വർഷക്കാലം വന്നാൽ പാലത്തിന്റെ മുകളിൽ വെള്ളം വരികയും കച്ചവടക്കാർക്കും മറ്റും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ പരിഹാരത്തിന് നടപടി മുന്നോട്ട് പോയിട്ടെങ്കിൽ നിരവധി സമരങ്ങളുമായി മുന്നോട്ട് UDF പ്രവർത്തകർ മുന്നോട്ട് പോവുകയും ചെയ്യുമെന്നാണ് പറയാനുള്ളത്. നമ്മുടെ പ്രവർത്തകരെ യാതൊരു പ്രയാസവും കൂടാതെ 4 പോലീസുകാരാണ് തല്ലിച്ചതച്ചത്. ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം. ആളുകളെ കൽപ്പിച്ചു കൂട്ടി ചെയ്ത ഒരു വിഷയമാണ്. ഒരു സമാധാനമായ ഒരു സമരത്തിന് അടിച്ചമർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ആരുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു സമാധാനവും ഇവിടെ ഉണ്ടാവുകയില്ല. പോലീസിന്റെ ഒരു പ്രയാസങ്ങൾ വളരെ മോശമായ പ്രശ്നമാണ് പട്ടാമ്പിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്കറിയാം, പടം പാറും, യാതൊരു സംശയമില്ല. ഈ പിണറായി വിജയന്റെ പോലീസ് സമരത്തെ തല്ലിച്ചരക്കുകയാണ്. നോക്കി നിൽക്കുന്ന പ്രശ്നമില്ല എന്ന് മാത്രം പറഞ്ഞു. പട്ടാമ്പിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് നടത്തിയത് നരനായാട്ടെന്ന് VK ശ്രീകണ്ഠൻ MP. പാലത്തിന്റെ തകർച്ച മൂലം ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ചൂണ്ടിക്കാട്ടിയാണ് പ്രവർത്തകർ സമരം നടത്തിയത്. കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്നും VK ശ്രീകണ്ഠൻ MP ആവശ്യപ്പെട്ടു. പട്ടാമ്പി പാലത്തിലെ യാത്രാ ദുരിതം ചൂണ്ടിക്കാട്ടി പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കു നേരെ ഉണ്ടായ ലാത്തിച്ചാർജിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ളവരെ സന്ദർശിക്കാനെത്തിയതായിരുന്നു MP. അത്യന്തം ക്രൂരമായ നടപടിയാണ് പ്രവർത്തകർക്കു നേരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് MP പറഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടിയാണ് യൂത്ത് കോൺഗ്രസ് സമരം നടത്തിയത്. പോലീസിന്റെ നരനായാട്ടാണ് കണ്ടത്. ഈ വിധം ജനകീയ സമരത്തെ നേരിട്ട പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണം. UDF ഒറ്റക്കെട്ടായി തന്നെ പോലീസ് അതിക്രമത്തെ പ്രതിരോധിക്കുമെന്നും VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. കഴിഞ്ഞ ദിവസം പട്ടാമ്പിയിൽ പോലീസിന്റെ നരനായാട്ടാണ് അരങ്ങേറിയത്. അതിശക്തമായിട്ട് ഈ പോലീസ് അക്രമത്തെ അപലപിക്കാൻ ഞാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. ഒരു ജനകീയ സമരത്തെ ഇതുപോലെ നികൃഷ്ടമായി നിഷ്ഠൂരമായി ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയാത്ത തരത്തിൽ ആക്രമിക്കാൻ എന്താണ് പോലീസിനുണ്ടായ ചേതോവികാരം എന്നറിയാൻ താല്പര്യമുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പൊതുവെ CPM-നും മുഖ്യമന്ത്രി പിണറായി വിജയനും സമരവും പ്രതിഷേധവും ഒക്കെ അലർജി ആയത് എപ്പോഴാണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. കഴിഞ്ഞ 2-3 ആഴ്ചയായി സാധാരണക്കാരായ ആളുകളുടെ സഞ്ചാരമാർഗം അടഞ്ഞു കിടക്കുകയാണ്. വലിയ പ്രതിസന്ധിയിലാണ് പാവപ്പെട്ട ആളുകൾ. അരി വാങ്ങാൻ കാശില്ല, മരുന്ന് വാങ്ങാൻ സൗകര്യമില്ല, ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ. സഞ്ചാര സ്വാതന്ത്ര്യം കൂടി നിഷേധിച്ചുകൊണ്ട് ഒരു ഭരണകൂടം ഇവിടെ ഉണ്ടോ എന്നുള്ള രീതിയിലുള്ള വലിയ സംശയം ഉയർത്തിക്കൊണ്ട് ഇതുപോലെ ഗുരുതരമായ അനാസ്ഥ കാണിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ വെച്ച്
ജനങ്ങളെ നേരിടാനാണ് തീരുമാനമെങ്കിൽ UDF ഒറ്റക്കെട്ടായി ഈ പോലീസിന്റെ അക്രമത്തെ പ്രതിരോധിക്കും. അതുകൊണ്ട് ഇന്നലെ നടന്ന യൂത്ത് കോൺഗ്രസിന്റെ പട്ടാമ്പി പാലം അവിടെ കൈവരികൾ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധ മാർച്ച് ജനങ്ങൾക്ക് വേണ്ടിയാണ്, കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും വേണ്ടിയല്ല. ഈ പോലീസുകാരുടെ കുടുംബക്കാരും കുട്ടികളൊക്കെ യാത്ര ചെയ്യുന്ന ഇതിലെയാണ്. അവർക്കും ആശുപത്രിയിൽ പോകണം, അവർക്കും സ്കൂളിൽ പോകണം. നിത്യജീവിതത്തിന്റെ ഭാഗമായി തൊഴിലെടുക്കുന്ന പാവപ്പെട്ട കൂലിക്കാർ വരെ വളരെ പ്രയാസത്തിലാണ് ഈ പ്രദേശത്ത്. അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് നടത്തിയ ഒരു പ്രതിഷേധ സമരത്തെ ഇതുപോലെ ആക്രമിച്ച് അടിച്ചോടിക്കാൻ മാത്രം എന്ത് പ്രകോപനമായി ഉണ്ടായതെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ വ്യക്തമാക്കണം. മാത്രമല്ല, ഈ ഗുണ്ടായുസത്തിന് നേതൃത്വം നൽകിയ പോലീസുകാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണം. കാരണം അക്രമം ചെറുതല്ല, 9ഓളം പേർക്കാണ് പരിക്ക്. ഒരാൾ MDMA മയക്കുമരുന്നുമായി സ്കൂൾ മാനേജരടക്കം 2 പേർ പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിൽ. തിരൂരങ്ങാടി കൊടിഞ്ഞി സ്വദേശികളായ ചോലപ്പൊറ്റയിൽ ദാവൂദ് ഷമീൽ, കൊടുത്തിയത്ത് ഷാനിദ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ബാംഗ്ലൂരിൽ നിന്നും ഏജന്റുമാർ മുഖേന മാരകമായ സിന്തറ്റിക് ലഹരി മരുന്നുകൾ ജില്ലയിലേക്ക് കടത്തുന്നതായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി S. ശശിധരന് രഹസ്യവിവരം ലഭിച്ചിരുന്നു. തുടർന്ന് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി സാജു K. എബ്രഹാം, മലപ്പുറം ഡിവൈഎസ്പി K. പ്രേംജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ CI സുമേഷ് സുധാകരൻ, SI ഷിജോസി തങ്കച്ചൻ എന്നിവരടങ്ങുന്ന സംഘം രാത്രിയിൽ പരിശോധന നടത്തി. അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തു നിന്നും 104 ഗ്രാം MDMA ലഹരി മരുന്നുമായി 2 പേരെ പിടികൂടി. തിരൂരങ്ങാടി കൊടിഞ്ഞി സ്വദേശികളായ ചോലപ്പറ്റയിൽ ദാവൂദ് ഷമീൽ, കൊടിഞ്ഞിയത്ത് ഷാനിദ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസും ജില്ലാ ആന്റി നാർക്കോട്ടിക് സ്ക്വാഡും നടത്തിയ അന്വേഷണത്തിൽ ലഹരിക്കടത്ത് സംഘത്തിലെ മുഖ്യ കണ്ണികളെക്കുറിച്ച് സൂചന ലഭിച്ചു. പ്രതികൾ കാറിൽ ബാംഗ്ലൂരിൽ നിന്നും നാട്ടിലേക്ക് വരികയായിരുന്നു. രാത്രി 12 മണിയോടെ അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിൽ പോലീസ് സംഘം കാറിന് കൈകാണിച്ചപ്പോൾ നിർത്താതെ മുന്നോട്ടെടുത്തു. തുടർന്ന് പോലീസ് വാഹനം കുറുകിയിട്ടാണ് കാർ നിർത്തിച്ചത്. കാർ പരിശോധിച്ചപ്പോൾ മുൻവശത്തെ എഞ്ചിനടിയിലായി രഹസ്യറയിൽ ഒളിപ്പിച്ച MDMA കണ്ടെടുത്തു. മുൻപും ഇതേ രീതിയിൽ ലഹരി മരുന്ന് കടത്തിയതായി പ്രതികൾ പോലീസിനോട് പറഞ്ഞു. പ്രതികളിലൊരാളായ ദാവൂദ് ഷമീൽ മൊറയൂരിലെ എയ്ഡഡ് LP സ്കൂൾ മാനേജറാണ്. ദാവൂദ് ഷമീൽ ബാംഗ്ലൂരിലും നാട്ടിലും ഇവന്റ് മാനേജ്മെന്റും നടത്തുന്നുണ്ട്. കൂട്ടുപ്രതി ഷാനിദും ദാവൂദ് ഷമീലിന്റെ കൂടെയാണ് ജോലി ചെയ്യുന്നത്. ബാംഗ്ലൂരിൽ ജോലിയുടെ ഭാഗമായി പോയി വരുന്നതിന്റെ മറവിലാണ് പ്രതികൾ അമിത ലാഭം ലക്ഷ്യം വെച്ച് ലഹരിക്കടത്തിലേക്ക് ഇറങ്ങുന്നത്. പ്രതികളെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ വികസന മുരടിപ്പ് ആരോപിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രക്ഷോഭത്തിലേക്ക്. ഭരണസമിതി അംഗങ്ങൾക്കിടയിലെ വിഭാഗീയതയുടെ പേരിൽ MP ഫണ്ടിൽ നിന്ന് അനുവദിച്ച ഹൈമാസ്റ്റ് ലൈറ്റ്, മിനിമാസ്റ്റ് ലൈറ്റുകളുടെ വൈദ്യുതി കണക്ഷന് ആവശ്യമായ അനുമതി പോലും നൽകുന്നില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ വികസന മുരടിപ്പാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി രംഗത്ത് വന്നത്. റോഡുകളുടെയും അഴുക്കുചാലുകളുടെയും അവസ്ഥ ശോചനീയമാണ്. തെരുവിളക്കുകൾ കത്തുന്നില്ല. തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമാണ്. VK ശ്രീകണ്ഠൻ MPയുടെ ഫണ്ടിൽ നിന്നും അനുവദിച്ച മിനിമാസ്റ്റ്, ഹൈമാസ്റ്റ് ലൈറ്റുകളുടെ വൈദ്യുതി കണക്ഷന് ആവശ്യമായ അനുമതി ഭരണസമിതി അംഗങ്ങൾക്കിടയിലെ വിഭാഗീയതയുടെ പേരിൽ നിഷേധിക്കുകയാണെന്നും മണ്ഡലം പ്രസിഡന്റ് KK സാജൻ പറഞ്ഞു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന മുരടിപ്പിനെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണ്. അവിടെ ഗ്രാമപഞ്ചായത്തിലെ റോഡിൻ്റെ ശോചനീയാവസ്ഥ, അഴുക്കുചാലുകളുടെ ദുരവസ്ഥ, അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തുന്നില്ല. ഓരോ മേഖലകളിലായാലും കത്താത്ത നിരവധി സ്ട്രീറ്റ് ലൈറ്റുകളാണ്. അവരുമായി സംസാരിക്കുന്ന സമയത്ത് അവർ ശരിയാക്കാമെന്ന് പറയുന്നുണ്ട്. ഇതുവരെയും ശരിയാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, തെരുവ് നായ്ക്കളുടെ ശല്യം അത് നിരവധി തവണ നമ്മൾ രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ട്, ചാനലുകളിലൂടെ കൊടുത്തിട്ടുണ്ട്, പത്രങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, സ്കൂളുകളുടെ പ്രദേശങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ഭയങ്കര ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് ഈ തെരുവ് നായ ശല്യം. പഞ്ചായത്തിൻ്റെ ഉള്ളിലെ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അതുപോലെ അതിൻ്റെ ഉള്ളിലെ ഭരണസമിതി അംഗങ്ങളും തമ്മിലുള്ള വിഭാഗീയതയും മറ്റു അവരുടെ പാർട്ടിയിലെ പ്രശ്നങ്ങളും ഇവിടെ ഇതുപോലുള്ള വികസന പ്രവർത്തനങ്ങളിൽ നമ്മുടെ ജനങ്ങളുടെ ഇടയിലേക്ക് വരികയാണ്.
ഇതിനു പുറമെ അംഗൻവാടി ഹെൽപ്പർമാരുടെ നിയമനത്തിലെ ക്രമക്കേടിനെതിരെയും വാർഡുകളിലെ വോട്ടർമാരെ ശരിയായ രീതിയിൽ അറിയിച്ച് ഗ്രാമസഭകൾ നടത്തുന്നില്ലെന്നും തനത് ഫണ്ടുകൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നില്ലെന്നും കെ സാജൻ പറഞ്ഞു. ഗ്രാമസഭകൾ അത് നമ്മൾ വ്യക്തമായി DPOക്ക് പരാതി കൊടുത്തിട്ടുള്ളതാണ്. മിനിറ്റ്സിൽ പോലും കൃത്യമായ അംഗങ്ങളുടെ നിശ്ചിതമായ അംഗങ്ങൾ പങ്കെടുക്കാത്ത ഗ്രാമസഭകൾ. മുരിക്കുംപറ്റയിലെ 14-ാം വാർഡിലെയും അതുപോലെ തന്നെ ഊനൻമലയിലെയും വാർഡ് സഭകൾ കൃത്യമായ അംഗങ്ങളില്ലാതെ നടത്തിക്കൊണ്ട് ഇതിനെതിരെ ഞങ്ങൾ ജില്ലാ പഞ്ചായത്ത് ഓഫീസർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതിലും നടപടികൾ ആയിട്ടില്ല. ഞങ്ങൾ ആദ്യഘട്ടത്തിൽ അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ മുന്നിൽ ഞങ്ങൾ പ്രക്ഷോഭം ആരംഭിക്കുകയാണ്. ഇനി നിരവധി പ്രക്ഷോഭങ്ങൾ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നടത്താൻ പോവുകയാണ്. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഞങ്ങൾ ഇവിടെ സമ്മേളനം ഇന്ന് നടത്താൻ ഉദ്ദേശിച്ചത്. ഗ്രാമപഞ്ചായത്ത് അധികൃതർ കൃത്യമായ നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്നും കോൺഗ്രസ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ KSSPA മണ്ഡലം പ്രസിഡന്റ് A. ജയറാം, INTUC മണ്ഡലം പ്രസിഡന്റ് P. സൂര്യനാരായണൻ, ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് K. വിജയരാഘവൻ എന്നിവർ പങ്കെടുത്തു. ശ്രീനാരായണ ഗുരു ജയന്തി വിവിധ പരിപാടികളോട് ആഘോഷിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ ഘോഷയാത്ര ഉൾപ്പെടെ ഒഴിവാക്കിയായിരുന്നു പരിപാടികൾ. SNDP ഒറ്റപ്പാലം താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ കുളപ്പുള്ളിയിൽ വെച്ച് സംഘടിപ്പിച്ച ഗുരുജയന്തി ആഘോഷം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ഗുരുദേവന്റെ 170ാമത് ജയന്തിയാണ് SNDP യൂണിയന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച ആഘോഷിച്ചത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ ഘോഷയാത്ര ഉൾപ്പെടെ വിപുലമായ ആഘോഷ പരിപാടികൾ ഒഴിവാക്കിയിരുന്നു. SNDP ഒറ്റപ്പാലം താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ കുളപ്പുള്ളിയിൽ വെച്ച് സംഘടിപ്പിച്ച ഗുരുജയന്തി ആഘോഷം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. മനുഷ്യത്വമെന്ന മഹത്തായ ആശയം ലോകത്തിന് നൽകിയ ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുദേവനാണെന്ന് VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. യഥാർത്ഥത്തിൽ ലോകത്തിന് ഏറ്റവും വലിയ വിശാലമായിട്ടുള്ള ഒരു ആശയം ആദ്യമായി ഒരു മലയാളി മുന്നോട്ട് വെച്ചത്, മനുഷ്യത്വം എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചത് മഹാത്മാഗാന്ധിയോടൊപ്പം ശ്രീനാരായണ ഗുരുദേവൻ കൂടിയാണ്. സമീപകാലത്ത്, അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലും ശേഷവും ഗാന്ധിജിക്ക് അങ്ങനെ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ആശയങ്ങളിൽ അദ്ദേഹം അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. ലോകം മുഴുവൻ അദ്ദേഹം അത് പ്രചരിപ്പിച്ചിരുന്നു. ലോകത്തുള്ള ഏത് ഒരാളാണെങ്കിലും, ഏത് ഭാഷയാകട്ടെ, ഏത് മതമാകട്ടെ, ഏത് സ്ഥലത്ത് ജനിച്ചവരാകട്ടെ, അവരെല്ലാവരും മനുഷ്യരാണ്. പക്ഷേ ജനിച്ച എല്ലാവരും മനുഷ്യരാണ് എന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥ മനുഷ്യരാരാണെന്ന് ചോദിച്ചാൽ മനുഷ്യത്വമാണ്. യൂണിയൻ ആക്ടിംഗ് പ്രസിഡന്റ് M. അരവിന്ദാക്ഷൻ അധ്യക്ഷനായി. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി. യൂണിയൻ ഭാരവാഹികളായ CC ജയൻ, C. സതീശൻ, നഗരസഭാ കൗൺസിലർ TK ബഷീർ, P. കരുണാകരൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. തെങ്കരയിൽ വീട്ടിൽ ട്രെഡ്മിൽ സ്ഥാപിക്കാനെത്തി 20 ലക്ഷം രൂപയുമായി കടന്ന സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. തൃശൂർ വടക്കേമുറി ആമ്പല്ലൂർ ഉടുവള്ളി വീട്ടിൽ സുനിലിനെയാണ് മണ്ണാർക്കാട് പോലീസ് ആമ്പല്ലൂരിൽ നിന്ന് പിടികൂടിയത്. സുനിൽ പണവുമായി കടന്നുകളഞ്ഞ വാഹനവും പോലീസ് കണ്ടെത്തി. കൂടുതൽ പ്രതികളുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണെന്നും ഇയാളെ ചോദ്യം ചെയ്താലേ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ എന്നും പോലീസ് പറഞ്ഞു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് മണ്ണടി മുണ്ടോൻ ഷെരീഫിന്റെ വീട്ടിൽ നിന്ന് 20 ലക്ഷം രൂപയുമായി ഇയാൾ കടന്നത്. ട്രെഡ്മിൽ സ്ഥാപിക്കാനെത്തിയതായിരുന്നു സുനിൽ. വീടിന്റെ മുകളിലത്തെ നിലയിലാണ് ട്രെഡ്മിൽ സ്ഥാപിക്കുന്ന ജോലി നടന്നിരുന്നത്. ഈ നിലയിലെ അലമാരയിൽ തുണികൾക്കിടയിലാണ് പണം സൂക്ഷിച്ചിരുന്നത്. ജോലി നടക്കുന്ന സമയത്ത് ഷെരീഫും സ്ഥലത്തുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായി ഷെരീഫ് ഇറങ്ങിയതോടെ ജോലിക്കാരും ഭക്ഷണത്തിനിറങ്ങി. ഭക്ഷണം കഴിച്ചു വരേണ്ട സമയം കഴിഞ്ഞും കാണാത്തതിനെ തുടർന്ന് വിളിച്ചപ്പോൾ അരമണിക്കൂറിനകം വരുമെന്ന് അറിയിച്ചു. വീണ്ടും വിളിച്ചപ്പോഴും ഇത് ആവർത്തിച്ചു. സംശയം തോന്നി അലമാരയിൽ നോക്കിയപ്പോഴാണ് പണം നഷ്ടമായ വിവരം അറിഞ്ഞത്. പിന്നീട് ഫോണിൽ വിളിച്ചാൽ കിട്ടാതെയായി. വീട്ടിൽ CCTV പരിശോധിച്ചതിൽ സുനിൽ പുറത്തേക്കിറങ്ങുന്ന ദൃശ്യം ലഭിച്ചിരുന്നു. മണ്ണാർക്കാട് മുക്കണ്ണം വരെ ഓട്ടോയിൽ വന്ന 2 പേർ പിന്നീട് കാറിൽ പോയതായും പോലീസിന് വിവരം ലഭിച്ചിരുന്നു. SI M. അജാസുദ്ദീൻ, SPO അഷ്റഫ്, CPO റംഷാദ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇടവേള. വാർത്തകൾ തുടരുന്നു.
വയനാടിന് കൈത്താങ്ങാവാൻ മുന്നിട്ടിറങ്ങി ചിത്രകലാകാരന്മാരും. കേരള ചിത്രകലാ പരിഷത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തത്സമയ ചിത്രരചനയും വിൽപ്പനയും നടത്തി. സ്വരൂപിച്ച തുക ദുരിതബാധിതരെ സഹായിക്കാനായി നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ചിത്രകലാകാരന്മാരുടെ സംഘടനയായ കേരള ചിത്രകലാ പരിഷത്തിന്റെ നേതൃത്വത്തിൽ വയനാടിന് ഒരു വരത്താങ്ങ് എന്ന പേരിൽ സംസ്ഥാനത്തൊട്ടാകെയാണ് തത്സമയ ചിത്രരചനയും വിൽപ്പനയും നടത്തുന്നത്. ഇതിലൂടെ ലഭിക്കുന്ന തുക ഉപയോഗിച്ച് ദുരന്തബാധിതരെ സഹായിക്കാനാണ് തീരുമാനം. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടി ചെയർപേഴ്സൺ കെ ജാനകിദേവി ഉദ്ഘാടനം ചെയ്തു. 25ഓളം കലാകാരന്മാർ വരച്ച ചിത്രങ്ങളാണ് വിൽപ്പനയ്ക്ക് വച്ചത്. ചെറിയ തുകയ്ക്ക് തത്സമയം ചിത്രം വരച്ചു നൽകുകയും ചെയ്തു. 40-ലധികം ചിത്രങ്ങളാണ് വിൽപ്പനയ്ക്ക് വെച്ചത്. വരച്ച ചിത്രങ്ങൾ സ്വന്തമാക്കാൻ ഇഷ്ടമുള്ള ഡൊണേഷൻ നൽകുന്ന രീതിയിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ജില്ലാ സെക്രട്ടറി ജയ് പി ഈശ്വർ പറഞ്ഞു. വയനാടിലെ മഴക്കെടുതി മൂലം അസന്നരായി പോയിട്ടുള്ള ഒരുപാട് കുടുംബങ്ങളുണ്ട്. അതിൽ ബാക്കി വന്നവർക്ക് ഒരു വീടെങ്കിലും വെച്ചു കൊടുക്കാനുള്ള കേരള ചിത്രകലാ പരിഷത്തിൻ്റെ ഒരു ഉദ്യമമാണ് വയനാടിന് ഒരു വരത്താങ്ങ് എന്നുള്ള ഈ പ്രോഗ്രാം. അതിപ്പോൾ ഒറ്റപ്പാലം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ ചെയർപേഴ്സൺ ജാനകിദേവി അവർക്കാണ് ഉദ്ഘാടനം നടത്തിയത്. ഇവിടെ വരുന്ന ആൾക്കാർക്ക് ചിത്രത്തിന് വില പറയാതെ തന്നെ അവർക്ക് ചെറിയ ഡൊണേഷൻ ഇട്ട് കഴിഞ്ഞാൽ ആ ചിത്രം അവർക്ക് കൊണ്ടുപോകാം. ഫ്രെയിം ചെയ്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫ്രെയിമിൻ്റെ പൈസ ചെറിയൊരു അഡീഷണൽ പൈസ അല്ലാതെ വമ്പം വരെ 25,000 രൂപ വരെ ഉള്ള ചിത്രങ്ങൾ 2,000 രൂപയ്ക്കൊക്കെ കൊടുക്കുന്ന ഒരവസ്ഥയാണ്. ഇതൊരു വയനാട്ടിൽ താങ്ങായിരിക്കും. കേരളത്തിലെ സംസ്ഥാനത്ത് മൊത്തം 1000ഓളം കലാകാരന്മാരെ ഒരുമിച്ച് ഇന്നത്തെ ഒരു ദിവസം സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. കവയിത്രി പി ജാനകിക്കുട്ടിയുടെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ കവിതാ പുരസ്കാര സമർപ്പണവും മുതിർന്ന CPM നേതാവ് പി വാസുദേവൻ രചിച്ച ചെറുകഥ സമാഹാരത്തിൻ്റെ പ്രകാശനവും ഓഗസ്റ്റ് 23-ന് പെരിന്തൽമണ്ണയിൽ നടക്കും. CPM പോളിറ്റ് ബ്യൂറോ അംഗവും മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുമായ MA ബേബി പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓഗസ്റ്റ് 23-ന് വൈകിട്ട് 4 മണിക്ക് പെരിന്തൽമണ്ണ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് പി ജാനകിക്കുട്ടി പുരസ്കാര സമർപ്പണവും പി വാസുദേവന്റെ ചെറുകഥാ സമാഹാരത്തിന്റെ പ്രകാശനവും നടക്കുന്നത്. ചെങ്ങന്നൂർ തിരുവൻവണ്ടൂർ സ്കൂളിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനിയായ അക്ഷയ രാജീവിനെയാണ് ഈ വർഷത്തെ കവിതാ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കവിതാ രചനയിൽ അക്ഷയ 1ാം സമ്മാനം നേടിയിരുന്നു. 10,000 രൂപയും പ്രശസ്തി ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ തിരക്കുകൾക്കിടയിലും സർഗാത്മകത കാത്തുസൂക്ഷിക്കുന്ന പി വാസുദേവന്റെ പ്രഥമ കഥാസമാഹാരമാണ് ഇഡ്ലി പാത്രവും കുപ്പിവളകളും എന്ന പുസ്തകം. വാസുവേട്ടൻ പുസ്തകം എഴുതണമെന്നുള്ളത് നമ്മളെ സംബന്ധിച്ചൊരു കൗതുകത്തോടു കൂടിയാണ് നമ്മൾ നോക്കുന്നത്. കഴിഞ്ഞ 50 കൊല്ലമായിട്ട് രാഷ്ട്രീയ രംഗത്ത് വളരെ സജീവമായിട്ട് നിൽക്കുന്ന ആളാണ്. അത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മുഴുവൻ കാർക്കശ്യവും വാസുവേട്ടൻ്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും മാത്രമല്ല ആ ബോഡി ലാംഗ്വേജിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആ ബോഡി ലാംഗ്വേജിനകത്തുള്ള മനസ്സിൽ നിന്ന് ഇത്തരത്തിലൊരു സാഹിത്യ സൃഷ്ടി ഉണ്ടാവുന്നു എന്നുള്ളത് അതുകൊണ്ടാണ് കൗതുകത്തോടു കൂടി കാണുന്നതെന്ന് എല്ലാവരും കരുതുന്നതും അങ്ങനെ പറയുന്നു. എന്തായാലും 11 കഥകൾ ഉൾക്കൊള്ളുന്ന പുസ്തകം ഇഡ്ലി പാത്രവും കുപ്പിവളവും എന്നുള്ള പേരിൽ പ്രസിദ്ധീകരിക്കുകയാണ്. ചിന്ത പബ്ലിക്കേഷനാണ് അത് പ്രസിദ്ധീകരിക്കുന്നത്. CPM പോളിറ്റ് ബ്യൂറോ അംഗവും മുൻ സാംസ്കാരിക വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായ MA ബേബി കഥാസമാഹാരം പ്രകാശനം ചെയ്യും. മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമായ പാലോളി മുഹമ്മദ് കുട്ടി പുസ്തകം ഏറ്റുവാങ്ങുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുൻ MLA വി ശശികുമാർ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മുൻ നിയമസഭാ സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ മുഖ്യാതിഥിയായിരിക്കും. KP രമണൻ പുസ്തകം പരിചയപ്പെടുത്തും. സോണിയ ഇബ ജാനകിക്കുട്ടി അനുസ്മരണ പ്രഭാഷണം നടത്തും. ചടങ്ങിൽ മുൻ മന്ത്രി N സൂപ്പി, ദേശാഭിമാനി വാരിക പത്രാധിപർ ഡോക്ടർ KP മോഹനൻ, EN മോഹൻദാസ് തുടങ്ങിയവരും സംബന്ധിക്കും. ചെറുകാട് സ്മാരക ട്രസ്റ്റും പി ജാനകിക്കുട്ടി സ്മാരക ട്രസ്റ്റും പുരോഗമന കലാസാഹിത്യ സംഘവും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. രണ്ടുപേരും, ഒരാൾ കവിത, ഒരാൾ കഥ.
ഇങ്ങനെ തിരക്ക് പിടിച്ച് രാഷ്ട്രീയ പ്രവർത്തനം സംഘടനാ പ്രവർത്തനമൊക്കെ നടത്തുന്ന ഒരാളെ മനസ്സിൽ ഇത്രയും സർഗാത്മകത സൃഷ്ടിച്ചിരുന്നു എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. പ്രത്യേകിച്ച് വാസന്റെ രൂപവും വാസന്റെ ശൈലിയും ഒക്കെ വെച്ചിട്ട് അത് നമ്മൾ ആകെ അന്താളിച്ച് പോയി ആ ഒരു രാഷ്ട്രീയ സംവിധാനം സ്വതന്ത്രത്തിൽ. അപ്പോൾ വളരെ നല്ല രീതിയിൽ പെരിന്തൽമണ്ണയിൽ അത് ചെയ്യണമെന്നാണ് ചെറുകാട് സ്മാരക ട്രസ്റ്റ് തീരുമാനിച്ചത്. പുസ്തകത്തിന്റെ റോയൽറ്റിയായി ലഭിക്കുന്ന മുഴുവൻ തുകയും വയനാട് ദുരന്തബാധിതരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി നൽകുമെന്ന് പി വാസുദേവൻ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ സി വാസുദേവൻ, വേണുപാലൂർ, ഇ രാജേഷ് എന്നിവർ പങ്കെടുത്തു. ഉബൈദ് ചെങ്ങലേരി അനുസ്മരണ സമ്മേളനം കരിമ്പുഴയിലെ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ നഗറിൽ നടന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി PM സാദിഖ് അലി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഉബൈദ് ചെങ്ങലേരിയുടെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ്, കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങി സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ മേഖലകളിൽ നിറസാന്നിധ്യമായിരുന്ന ഉബൈദ് ചെങ്ങലേരിയുടെ അനുസ്മരണ സമ്മേളനമാണ് കരിമ്പുഴയിൽ നടന്നത്. യുവജാഗരൺ 2024 എന്ന പേരിൽ യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി PM സാദിഖ് അലി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാഷ്ട്രീയ സംഘടന എന്ന നിലയിൽ ഒട്ടും കുറവില്ലാത്ത ഏറ്റവും ശാക്തീകരിച്ചു നിൽക്കുന്ന, പുതുതായി നേടാനുള്ളതല്ലാതെ ഒന്നും നേടാൻ ബാക്കി വെക്കാത്ത രീതിയിൽ അത്രയും മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ മേന്മയോ നമ്മുടെ കാലത്തെ ഇതിൻ്റെ ഒരു മികവുമല്ല ഈ ഒരു സംഘാടനം സാധ്യമായത് എന്ന് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും. ഉബൈദ് ചെങ്ങലേരിയുടെ പേരിൽ ഏർപ്പെടുത്തിയ അവാർഡ് ദാനം ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം നിർവഹിച്ചു. പ്രമുഖ ഫുട്ബോൾ താരം VP സുഹൈർ, നവ എഴുത്തുകാരി മുബീന വിളത്തൂർ എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി. യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി TS സിദ്ദിഖ്, സംസ്ഥാന പ്രവർത്തക സമിതി അംഗം PA തങ്ങൾ, ഗഫൂർ കോൽക്കളത്തിൽ, അൻവർ സാദത്ത്, MS അലവി, CP അലവി, CP സലീം, ഉസൈൻ കുളശ്ശേരി, പൊൻപാറ കോയക്കുട്ടി, CP സാദിഖ്, റിയാസ് നാലക്കത്ത്, നൌഷാദ് വെള്ളപ്പാടം എന്നിവർ സംസാരിച്ചു. പ്രമുഖ ഗാന്ധിയനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന അമ്പലപ്പാറ കടമ്പൂർ നാരായണൻ നായർ അനുസ്മരണം ഗാന്ധി ദർശൻ സമിതി ഒറ്റപ്പാലം താലൂക്കിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. അമ്പലപ്പാറ ഗാന്ധി സെന്ററിൽ നടന്ന അനുസ്മരണ യോഗം മുൻ മന്ത്രി VC കബീർ ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ ഗാന്ധിയനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന അമ്പലപ്പാറ കടമ്പൂർ മടത്തൊടിയിൽ നാരായണൻ നായരുടെ വേർപാടിന്റെ വേദനയിൽ പങ്കുകൊണ്ടാണ് അനുസ്മരണ യോഗം ഗാന്ധി ദർശൻ സമിതി ഒറ്റപ്പാലം താലൂക്കിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. അമ്പലപ്പാറ ഗാന്ധി സെന്ററിൽ നടന്ന യോഗം മുൻ മന്ത്രിയും ഗാന്ധി ദർശൻ സമിതി സംസ്ഥാന അധ്യക്ഷനുമായ VC കബീർ ഉദ്ഘാടനം ചെയ്തു. അവിടെ അദ്ദേഹത്തിന് ദൂരയാത്ര ചെയ്യാൻ വയ്യ, വെളിയിൽ വന്ന് സ്വീകരണം ഏറ്റുവാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയി അദ്ദേഹത്തിന് ഞങ്ങൾ കൊടുത്തത് ഒരു ചർക്കയാണ്, മനോഹരമായ ഒരു ചെറിയ ചർക്ക. ആ ചർക്കയാണ് ഞങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ഉപഹാരമായി കൊടുത്തുകൊണ്ടിരുന്നത്. അത് വാങ്ങിയ രണ്ടാളുകൾ നേരത്തെ മരിച്ചുപോയി. മൂന്നാമത്തെ ആളാണ് അദ്ദേഹവും നമ്മളെ വിട്ടുപോയി. മരണം നമുക്ക് വിധിക്കപ്പെട്ടതാണ്. പക്ഷേ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഈ സ്ഥാപനം മാത്രമല്ല, അദ്ദേഹം കൈവച്ചിട്ടുള്ള പല സ്ഥാപനങ്ങളും, സ്കൂളിൻ്റെ കാര്യം പറഞ്ഞ, അംഗനവാടിയുടെ കാര്യം പറഞ്ഞല്ലോ, അതിലെല്ലാം നിങ്ങളുടെ സാന്നിധ്യവും നിങ്ങളുടെ സഹായ സഹകരണങ്ങളും ഞാൻ അഭ്യർത്ഥിക്കുന്നു. സ്വാതന്ത്ര്യ സമരത്തിലെ ജീവനർപ്പിച്ച രക്തസാക്ഷികൾ, അവർ കാരണമാണ്, അവരുടെ ജീവത്യാഗം കൊണ്ടാണ്, അവരുടെ സ്വത്തിൻ്റെ നഷ്ടം കൊണ്ടാണ് ഞാനും നിങ്ങളും ഇന്നെല്ലാം അഭിമാനത്തോടു കൂടി ഇത്രയും വികസിതമായ കാര്യങ്ങളിൽ സന്തോഷകരമായി ജീവിക്കുന്നത്. കക്ഷി രാഷ്ട്രീയ വേർതിരിവില്ലാതെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് യോഗം സംഘടിപ്പിച്ചത്. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗം A വിജിത അധ്യക്ഷയായി. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം P ഹരിഗോവിന്ദൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഗാന്ധി ദർശൻ സമിതി ഒറ്റപ്പാലം താലൂക്ക് ചെയർമാൻ ഗിരീഷ് കുമാർ, ഡോക്ടർ P സരീൻ, പുതുശ്ശേരി ശ്രീനിവാസൻ, ശ്രീനാഥ് കടമഴിപ്പുറം, വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനാ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. ഇനി സ്കൂൾ മേളകളുടെ കാലമാണ്. സ്കൂൾ തല മേളകൾ നടന്നു വരികയാണ് ഇപ്പോൾ. ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ ഉപജില്ലാ മേളകളും ഡിസംബറിൽ ജില്ലാ മേളകളും നടക്കും. ഓഗസ്റ്റ് 31-നകം സ്കൂൾ മേളകൾ സംഘടിപ്പിക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം. ഓഗസ്റ്റിൽ മേളകൾ നടത്താത്ത സ്കൂളുകളിൽ സെപ്റ്റംബറിൽ മേളകൾ പൂർത്തിയാക്കും. സ്കൂൾ തല മേളകൾ നടന്നുവരികയാണിപ്പോൾ.
പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ കായികമേള 2 ദിവസങ്ങളിലായി നടന്നു. സ്കൂൾ മേളകൾ പൂർത്തിയായാൽ ഒക്ടോബർ മാസത്തിൽ ഉപജില്ലാ ശാസ്ത്രമേളയും കായികമേളയും സംഘടിപ്പിക്കും. പെരിന്തൽമണ്ണ ഉപജില്ലാതല ശാസ്ത്രമേള തൂത ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടക്കുന്നത്. കായികമേള പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിലും നടക്കും. ഉപജില്ലാ കലാമേള കുന്നക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവംബറിലാണ് നിശ്ചയിച്ചിട്ടുള്ളത്. മേളകളുടെ തീയതികൾ സംഘാടക സമിതികൾ കൂടി തീരുമാനിക്കും. മേലാറ്റൂർ RM ഹൈസ്കൂളിലാണ് ഈ വർഷത്തെ മലപ്പുറം ജില്ലാ ശാസ്ത്രമേളയുടെ വേദി. കായികമേള യൂണിവേഴ്സിറ്റി മൈതാനത്തും കലാമേള കോട്ടയ്ക്കൽ വെച്ചും നടക്കും. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷന് സമീപം യുവാവിനെ തീവണ്ടി തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. കണിയമ്പുറം ഉണിക്കുമരത്തൊടി വീട്ടിൽ 30-കാരനായ കൃഷ്ണദാസാണ് മരിച്ചത്. ചൊവ്വാഴ്ച പുലർച്ചെ പള്ളം ഭാഗത്ത് റെയിൽവേ ട്രാക്കിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പോലീസ് എത്തി മൃതദേഹം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഒരിടവേള കൂടി. മറ്റു വാർത്തകൾ. കലാരംഗത്ത് തൻ്റേതായ പാത കണ്ടെത്തി കഥകളിലൂടെയും കവിതകളിലൂടെയുമെല്ലാം ശ്രദ്ധേയനാവുകയാണ് റാഷിദ് പാവുക്കോണം എന്ന യുവാവ്. ഏറ്റവും ഒടുവിൽ വയനാട് ദുരന്തത്തെക്കുറിച്ചും അനങ്ങന്മലയിലെ കോറി മാഫിയയ്ക്കെതിരെയും റാഷിദ് എഴുതിയ വരികൾ ശ്രദ്ധ നേടുകയാണ്. ഇതിനകം നിരവധി അംഗീകാരങ്ങളും ഈ ചെറുപ്പക്കാരനെ തേടിയെത്തിക്കഴിഞ്ഞു. കടപുഴകി വീഴുന്ന കുന്നിൻ ചരിവുകൾ, ജഡമൊഴുകി മറയുന്ന കണ്ണുനീർ കാഴ്ചകൾ, എന്നിട്ടും നീ വീണ്ടും പറിച്ചെടുക്കുന്നു ഹരിതകാന്തി തൂകുന്ന അനങ്ങന്മലയെയും. നെഞ്ചുകീറിയ പ്രകൃതി ഇപ്പോഴും ഉറവ കണ്ണിനാൽ കേഴുന്നു. അരുതരുതെന്നെ. ഇത് റാഷിദ് പാവുക്കോണം. ഒറ്റപ്പാലം അനങ്ങനടി പാവുക്കോണം സ്വദേശിയാണ്. 30-കാരനായ റാഷിദ് കഥകളും കവിതകളുമായി ഇതിനകം 40ഓളം സൃഷ്ടികൾ എഴുതിക്കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ വയനാട് ദുരന്തത്തെക്കുറിച്ചും അനങ്ങന്മലയെ കാർന്നു തിന്നുന്ന കോറി മാഫിയയ്ക്കെതിരെയും റാഷിദ് എഴുതിയ വരികളാണ് ഏറെ ശ്രദ്ധ നേടുന്നത്. സമകാലീന സംഭവങ്ങളും വിഷയങ്ങളുമെല്ലാം റാഷിദിന്റെ തൂലികയിലൂടെ മികച്ച സൃഷ്ടികളായി പിറവിയെടുക്കുന്നു. മണ്ണുമൂടിയ സ്വപ്നതീരങ്ങളിൽ കണ്ടു നാം മറ്റൊരു പുഴയൊഴുകുന്നത്. കണ്ണുനീരാൽ തീർത്ത പുഴയിൽ നാം കാണുന്നു കനക സ്വപ്നങ്ങൾ തഞ്ചിതയെരിയുന്നത്. കടലോളം സ്വപ്നങ്ങൾ കണ്ടുറങ്ങിയോർ അവരുടെ സ്വപ്നങ്ങൾ ആരാവിൽ അലിഞ്ഞുപോയി. ആഞ്ഞു തിളക്കുന്ന ആഴിയായ കര അതിവേഗമെങ്ങോ ഒലിച്ചുപോയി. പഠനകാലം മുതൽ തന്നെ കവിതകളും കഥകളും ഏറെ ഇഷ്ടപ്പെടുന്ന റാഷിദ് പിന്നീട് ഒഴിവുവേളകളിലാണ് എഴുതാൻ തുടങ്ങിയത്. 8 വർഷത്തോളം പ്രവാസിയായിരുന്നു. ഈ സമയത്തും എഴുത്തും വായനയും തുടർന്നു. ഇപ്പോൾ നാട്ടിൽ ഗ്രാഫിക് ഡിസൈനറായി ജോലി ചെയ്യുകയാണ്. സമയം കിട്ടുമ്പോഴൊക്കെ എഴുതും. ഇത് സോഷ്യൽ മീഡിയയിലൂടെ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും പങ്കുവയ്ക്കും. താനും തൻ്റെ നാടും നേരിടുന്ന വലിയൊരു ആശങ്കയും അതിനെതിരെയുള്ള പ്രതിഷേധവും കൂടിയാണ് റാഷിദ് എഴുതിയ അനങ്ങന്മലയെക്കുറിച്ചുള്ള കവിത. കടപുഴകി വീഴുന്ന കുന്നിൻ ചരിവുകൾ, ജഡമൊഴുകി മറയുന്ന കണ്ണുനീർ കാഴ്ചകൾ, എന്നിട്ടും നീ വീണ്ടും പറിച്ചെടുക്കുന്നു ഹരിതകാന്തി തൂകുന്ന
അനങ്ങൻ മലയെയും. നെഞ്ചുകീറിയ പ്രകൃതി ഇപ്പോഴും ഉറവ വറ്റാത്ത കണ്ണിനാൽ കേഴുന്നു. അരുതരുതെന്നെ ഇനി നോവിച്ചിടല്ലെന്ന് കാഴ്ചകൾ മങ്ങിയ ഭരണകർത്താക്കളെ ഇനിയെന്നു നിങ്ങൾ കൺതുറക്കും. ഇതിനകം നിരവധി അംഗീകാരങ്ങളും ഈ ചെറുപ്പക്കാരനെ തേടിയെത്തിക്കഴിഞ്ഞു. ലോകത്തെ ഏറ്റവും വലിയ സാഹിത്യ പുസ്തകമായ പെൻഡ്രൈവ് എന്ന പുസ്തകത്തിൽ 3050 എഴുത്തുകാരിൽ ഒരാളായി ഇടം പിടിക്കാനും റാഷിദിന് കഴിഞ്ഞു. ഏഷ്യ വേൾഡ് റെക്കോർഡ്, യൂണിക്കോൺ വേൾഡ് റെക്കോർഡ്, ഇന്ത്യാസ് വേൾഡ് റെക്കോർഡ്, കേരള ബുക്ക് ഓഫ് റെക്കോർഡ് എന്നീ അംഗീകാരങ്ങളും റാഷിദിന് ലഭിച്ചു. ചെറുപ്പം മുതലേ കവിതകളൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് കടന്നു വന്നത്. ഉപ്പ പണ്ടൊക്കെ എഴുതിയിരുന്നു. ഇപ്പോൾ ഒന്നും എഴുതാറില്ല. ഇപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കും. നമുക്ക് ഇപ്പോൾ നമ്മളെ അവസ്ഥ വെച്ചെങ്കിൽ എല്ലാവരും ദുരന്തത്തിൻ്റെ ഒരു അവസ്ഥയാണ്. വയനാട്ടിലത്തെ ദുരന്തം. ആ ദുരന്തം നമ്മുടെ നാട്ടിൽ ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടാണ്, ഉണ്ടാവരുത് എന്നൊരു ഇതാണ് നമ്മൾ അനങ്ങന്മാരെ കുറിച്ചിട്ട് എഴുതിയത്. അപ്പോൾ അത്രയും മോശപ്പെട്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അങ്ങനെ കുറിച്ച് എഴുതിയാണ് അനങ്ങമലയും. അതുപോലെ തന്നെ നമ്മളെ പാവക്കോണം ഇതൊരു ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കും പേടി തോന്നുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. എന്നിട്ട് നമുക്ക് ഇതിന് നാളെ എന്ത് നമുക്ക് ചെയ്യാൻ കഴിയും, എന്തെങ്കിലും നമുക്ക് തടയാൻ കഴിയും എന്ന് നമുക്ക് നോക്കാം. ഒരു കവിതയിലൂടെ ഒരു പ്രതിഷേധ സ്വരം കൂടി ഉയർത്തുക ചെയ്ത്. തീർച്ചയായിട്ടും പ്രതിഷേധിക്കുക. നമ്മളേക്ക് എന്തൊക്കെ കഴിയുക നമുക്ക് അതുമാതിരി ചെയ്യാം. അങ്ങനെയാണ്. എനിക്ക് കവിതയിലൂടെ എനിക്ക് പ്രതിഷേധമായിട്ട് എഴുതാൻ പറ്റി. അങ്ങനെയാണ് എഴുതാൻ തുടങ്ങി. ഞാൻ സമയം കണ്ടെത്തും. നമ്മൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയാലും അതിൻ്റെതായ സമയം നമ്മൾ കണ്ടെത്തിയിട്ട് അത് എഴുതലാണ് ചെയ്യുന്നത്. സിനിമയ്ക്ക് വേണ്ടി ഒരു കഥ എഴുതണമെന്നാണ് റാഷിദിൻ്റെ വലിയ ആഗ്രഹം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. തൻ്റെ കഥകളും കവിതകളുമെല്ലാം ഒരു പുസ്തകമായി പുറത്തിറക്കണമെന്നതും റാഷിദിൻ്റെ മോഹമാണ്. സമൂഹത്തോട് സംവദിക്കാനും പ്രതികരിക്കാനും പ്രതിഷേധിക്കാനുമെല്ലാമുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് കഥകളും കവിതകളുമെല്ലാമെന്നാണ് റാഷിദിൻ്റെ പക്ഷം. ന്യൂസ് ബ്യൂറോ, ചെർപ്പളശ്ശേരി. നാഷണൽ NGO ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റീവ് സ്കീമിൽ ഉൾപ്പെടുത്തി 50% സബ്സിഡിയോടെ ജൈവവളം വിതരണം ചെയ്തു. കോട്ടപ്പുറം ആശുപത്രി ജംഗ്ഷനിൽ വെച്ച് നടന്ന പരിപാടി കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. വലിയ കമ്പനികളുടെ എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് 50% സംഖ്യയ്ക്ക് ജൈവവളം വിതരണം ചെയ്യുന്നതിന് സാധിക്കുന്നു. നമ്മളിപ്പോൾ അങ്ങനെ ഒരു ഉദ്ഘാടന പരിപാടിയൊന്നും നടത്തിയില്ലെങ്കിലും വളമൊക്കെ ആളുകൾ വാങ്ങിക്കൊണ്ടുപോകും. പക്ഷേ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് നാടിനോട് സമൂഹത്തോട് പറയാനും അതിൻ്റെ ഭാഗമാകാനും കഴിയുന്ന ഒരു അന്തരീക്ഷം ഇത്തരം ചടങ്ങുകളുടെ ഭാഗമായിട്ടാണ് ഇത് സൂചിപ്പിക്കുകയാണ്. കടമ്പഴിക്കുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ICDC ഒട്ടേറെ പ്രവർത്തനങ്ങൾ സാമൂഹ്യ മേഖലയിൽ, തൊഴിൽ മേഖലയിൽ, സേവന മേഖലയിലെല്ലാം നടത്തിവരുന്ന ഒരു സ്ഥാപനമാണ്. കോൺഫെഡറേഷന്റെ പാലക്കാട് ജില്ലയിലെ പ്രൊജക്ട് ഇംപ്ലിമെന്റിംഗ് ഏജൻസികളായ കടമ്പഴിപ്പുറം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയാണ് ICDC. 50% സബ്സിഡിയോടുകൂടി ജൈവ ഗ്രാമ പദ്ധതിയുടെ ഭാഗമായി 64 പേർക്കാണ് ജൈവവളം വിതരണം നടത്തിയത്. ICDC ആൻഡ് സോഫ്റ്റ്കോയുടെ ചെയർമാൻ ചോലയിൽ വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. കൃഷിയും കർഷകനും പ്രസിഡന്റ് ചന്ദ്രൻ, ദീപ AT, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷീജ, ദീപ VR, ദിവ്യ ഗംഗാധരൻ, ബിജുമോൻ എന്നിവർ സംസാരിച്ചു. നെല്ലായ പൊന്മുഖം വായനശാലയുടെയും സ്റ്റാർ മോസ്കോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെയും നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി കളിക്കൂട്ടം 2024 സംഘടിപ്പിച്ചു. പാലക്കാട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ MV മോഹനൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നെല്ലായ പഞ്ചായത്ത് സ്ഥിരസമിതി ചെയർമാൻ PK മുഹമ്മദ് ഷാഫി അധ്യക്ഷനായി. വായനശാല സെക്രട്ടറി P അബ്ദുൽ ജലീൽ, ക്ലബ്ബ് പ്രതിനിധി BP ഷിഹാബ്, PK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, A ഗീതാദേവി എന്നിവർ സംസാരിച്ചു. വായനശാല വിദ്യാർത്ഥികൾക്കായി നടത്തിയ ക്വിസ്, ഉപന്യാസ രചനാ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനദാനവും നടത്തി. വാണിജ്യ വാർത്തകൾ. ചിറ്റ് ഫണ്ട് ഡേ ആഘോഷത്തോടനുബന്ധിച്ച് നിരവധി ജൂബിലി ചിറ്റ്സിൻ്റെ പെരിന്തൽമണ്ണ ബ്രാഞ്ചിൽ കസ്റ്റമർ മീറ്റ് സംഘടിപ്പിച്ചു. ഓഗസ്റ്റ് 19 ചിറ്റ് ഫണ്ട് ഡേ ആചരിച്ചു വരുന്നത്. ബ്രാഞ്ച് മാനേജർ KT മോഹൻദാസ് ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര നിയമപ്രകാരം 1982 ഓഗസ്റ്റ് 19 ചിറ്റ്സ് ഫണ്ട് ആക്ട് നിലവിൽ വന്നത്. എല്ലാ ഓഗസ്റ്റ് 19 ചിറ്റ് ഫണ്ട് ഡേ ആചരിച്ചു വരുന്നുണ്ട്. കേരളത്തിലെ മുൻനിരയിലുള്ള നിരവധി ജൂബിലി ചിറ്റ്സിന്റെ
എല്ലാ ബ്രാഞ്ചുകളിലും ഓഗസ്റ്റ് 19-ന് ചിറ്റ് ഫണ്ട് ഡേ ആഘോഷ പരിപാടികൾ നടന്നു. ചിറ്റ് ഫണ്ട് ഡേ ദിനത്തിൽ പെരിന്തൽമണ്ണ ബ്രാഞ്ചിൽ കസ്റ്റമേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. ബ്രാഞ്ച് മാനേജർ KT മോഹൻദാസ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. നിരവധി ജൂബിലി ചിറ്റ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഈ പെരിന്തൽമണ്ണ ബ്രാഞ്ച് തുടങ്ങിയിട്ട് 4.5 വർഷമായി. ഇന്ന് ചിറ്റ് ഫണ്ട് ഡേ ആണ്. ചിറ്റ് ഫണ്ട് ഡേ എന്ന് പറഞ്ഞാൽ 1982 സുപ്രീം കോടതി അനുമതിയോട് കൂടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് അനുമതി തന്ന ഒരു ദിവസമാണ്. അത് ഞങ്ങൾ ചിറ്റ് ഫണ്ട് ഡേ ആയിട്ട് ആചരിക്കുന്നു. ചിറ്റ് ഫണ്ട് ഡേ 1982 ഓഗസ്റ്റ് 19-നാണ് നിലവിൽ വന്നത്. അതനുസരിച്ച് എല്ലാ ചിറ്റ് ഫണ്ട് കമ്പനികളും ഇത് ആചരിക്കുന്നുണ്ട്. കേരളത്തിലെ നമ്പർ 1 കമ്പനിയായ നിരവധി ജൂബിലി ചിറ്റ്സ് ഇത് ആചരിക്കുകയാണ്. അത് ഇന്ന് ആചരിക്കപ്പെട്ടു. കുറേ പേര് പങ്കെടുത്തിരുന്നു. ഏറെ സന്തോഷം തോന്നി. പെരിന്തൽമണ്ണ ശാഖ ജൂനിയർ എക്സിക്യൂട്ടീവ് അരുൺ പ്രസാദ്, കളക്ഷൻ എക്സിക്യൂട്ടീവ് MP സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ആളുകളിൽ സമ്പാദ്യശീലം വളർത്താനും ചിട്ടി ഫണ്ടുകളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനും ഉദ്ദേശിച്ചാണ് കസ്റ്റമേഴ്സ് മീറ്റ് നടത്തിയത്. 2010 മെയ് 4-നാണ് നിരവധി ജൂബിലി ചിറ്റ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കേരളത്തിൽ ആരംഭിച്ചത്. പ്രവർത്തനം 15 വർഷം പിന്നിടുമ്പോൾ 6 ജില്ലകളിൽ 33 ബ്രാഞ്ചുകളായി വ്യാപിച്ചു. ഇപ്പോൾ കസ്റ്റമേഴ്സിന്റെ എണ്ണം 1 ലക്ഷത്തിലധികമാണ്. നിരവധി ജൂബിലി ചിറ്റ്സ് ഫണ്ടിന്റെ പെരിന്തൽമണ്ണ ബ്രാഞ്ച് ജില്ലാ ഹോസ്പിറ്റലിന് സമീപത്ത് ഷഹാന കോംപ്ലക്സിൽ 4.5 വർഷമായി പ്രവർത്തിച്ചു വരുന്നു. 1 ലക്ഷം മുതൽ 50 ലക്ഷം വരെയുള്ള ചിട്ടികളാണ് ചെയ്തു വരുന്നത്. നിരവധി ജൂബിലി ചിറ്റ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് 33 ബ്രാഞ്ചുകളായി 6 ജില്ലകളിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. ഞങ്ങളുടെ സ്ഥാപകൻ ഡോക്ടർ ബിനീഷ് ജോസഫ് സാർ അവർകളാണ്. ഇരിട്ടി സ്വദേശിയാണ്. ഞങ്ങളുടെ കമ്പനി ഇവിടെ നിലവിൽ വന്നിട്ട് 4.5 വർഷമായി. ടോട്ടൽ കേരളത്തിൽ ആയിട്ട് 2010 മെയ് 4-നാണ് നിലവിൽ വന്നത്. 15 വർഷമായിട്ട് 33 ബ്രാഞ്ചുകളായിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. 1 ലക്ഷം മുതൽ 50 ലക്ഷം വരെയുള്ള ചിട്ടികൾ ഞങ്ങൾക്കുണ്ട്. 1 ലക്ഷത്തിലേറെ കസ്റ്റമേഴ്സ് ഞങ്ങൾക്കുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പട്ടാമ്പിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുണ്ടായ ലാത്തി ചാർജ്. പോലീസിനെതിരെ UDF-ന്റെ പ്രതിഷേധം. പോലീസ് നടത്തിയത് നരനായാട്ടെന്ന് VK ശ്രീകണ്ഠൻ MP. ജനകീയ സമരത്തെ അടിച്ചമർത്താൻ നോക്കണ്ട. മാരക മയക്കുമരുന്നായ MDMA-യുമായി സ്കൂൾ മാനേജർ അടക്കം 2 പേർ പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിൽ. തിരൂരങ്ങാടി സ്വദേശികളായ ദാവൂദ് ഷമീൽ, കൊടിയത്ത് ഷാനിദ് എന്നിവരാണ് അറസ്റ്റിലായത്. 104 ഗ്രാം MDMA ഇവരിൽ നിന്നും പിടികൂടി. ഒറ്റപ്പാലം അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ വികസന മുരടിപ്പാരോപിച്ച് കോൺഗ്രസ് പ്രക്ഷോഭത്തിന്. ഗ്രാമസഭകൾ കൃത്യമായി നടത്തുന്നില്ലെന്നും തനത് ഫണ്ടുകൾ ശരിയായി വിനിയോഗിക്കുന്നില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ. SNDP യൂണിയന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഘോഷയാത്ര ഒഴിവാക്കി. മനുഷ്യത്വമെന്ന ആശയം ലോകത്തിന് നൽകിയ ആദ്യ മലയാളി ഗുരുദേവനെന്ന് VK ശ്രീകണ്ഠൻ MP. വയനാടിന് കൈത്താങ്ങാവാൻ മുന്നിട്ടിറങ്ങി ചിത്രകലാകാരന്മാർ. കേരള ചിത്രകലാ പരിഷത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലത്ത് തത്സമയ ചിത്രരചനയും വിൽപ്പനയും നടത്തി. ലഭിച്ച തുക ദുരിതബാധിതർക്ക് നൽകും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.